ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉള്ളതെന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളതാണ്. റിക്കവറിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. ഇംപാർഷ്യാലിറ്റി, ബാലൻസ് വന്നിട്ടുണ്ട്. ഫോർഗീവ്നെസ്. ബോട്ടം വന്നിട്ടുള്ളത് ഗോസിപ്പാണ്. നമുക്ക് ബാക്കി കാർഡുകൾ കൂടി എടുത്തിട്ട് നമുക്ക് നോക്കാം. Turning in, integration, the rebel വന്നിട്ടുണ്ട്. The source, maturity, control ആണ്. Chariot, Hierophant, Four of Cups, Star ആണ്. Fulfillment of wishes, Throat Chakra, Spiritual Strength ആണ്. മൂവ്മെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് വന്നിട്ടുള്ളത്. റിക്കവറിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയത്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇതെന്നാണ്, ഇതെപ്പോഴാണ് എന്നിലേക്ക് തിരികെ വരുന്നത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ടൊരു ഒരു കാര്യത്തിന് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയത് പോലും നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് കാണുന്നത്. ദൈവം അതൊരു വഴി കാണിച്ചു തന്നതാണ്. കാരണം ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുമായിരിക്കാം. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിയപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവവിശ്വാസത്തിലേക്ക് കൂടുതൽ പോയിട്ടുണ്ടായിരിക്കാം, നിങ്ങളിലേക്ക് കൂടുതൽ എടുത്തിട്ടുണ്ടായിരിക്കാം, ദൈവത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളും മെഡിറ്റേഷനും അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. കാരണം പലരും ഇത് തിരികെ കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമായിരിക്കാം. എന്തായാലും അത് ആൾറെഡി നഷ്ടപ്പെട്ടു പോയി, ഇനി അതൊരിക്കലും തിരികെ വരില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമായിരിക്കാം. അപ്പം എന്തായാലും അത് തിരികെ നിങ്ങളിലേക്ക് വന്നു ചേർന്നു. ഈ ഒരു കാര്യം പല കാര്യങ്ങൾക്കുള്ളൊരു കീ ആണെന്നാണ് കാണുന്നത്. ഇവിടെ ഒരു കീ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു കീ ആണ്. അപ്പം ഇത് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാതിലുകൾ നിങ്ങൾക്ക് തുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഡെസ്റ്റിനിയാണ്. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു
സോൾ പർപ്പസ് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളെന്നാണ്. ചിലപ്പോൾ ഈ ഒരു കാര്യം, ഈ നഷ്ടപ്പെട്ടു പോയ കാര്യം കൊണ്ട് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. ഒരു വളരെ ഒരു ഹയർ ലെവലിലേക്ക് നിങ്ങൾ പോയി എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലൗകികമായ കാര്യങ്ങളിൽ ഉപരി നിങ്ങൾ നിങ്ങളുടെ സോളിനെ കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോൾ പർപ്പസ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിലൊരു ഹെർമിറ്റ് ഹൈറഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഒരു റീഡിങ് എന്ന് പറയുന്നത് സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ആകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ദ വേ ആണ്, അല്ലെങ്കിൽ ചിലരെങ്കിലും അതായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളെപ്പോഴും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തിലേക്ക് വരുന്നത്. അത് തിരികെ കിട്ടാനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു പെയിൻ നമ്മളിൽ നിന്ന് മാറിപ്പോകാനോ അത് മാറ്റിക്കളയാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്, വിശ്വാസത്തിലേക്ക് വരുന്നത്. അങ്ങനൊരു ഇൻസിഡൻറ്റ് മാത്രമാണ് ഇത് എന്നാണ് കാണുന്നത്. പിന്നെ ഇമ്പാർഷ്യാലിറ്റിയാണ്. ശരിക്കും നിങ്ങളുടെ കയ്യിലുള്ള എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ഒട്ടും തന്നെ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ആവശ്യമുള്ളതാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ ഈ രണ്ട് കാര്യങ്ങളും വേണം എന്ന് വിചാരിച്ചിട്ട് അതിനൊരു ബാലൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ലൈഫ് ബാലൻസിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു നമ്മളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലാക്കി കൊണ്ടുപോകണം എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതും ബാലൻസാണ്. നമ്മളുടെ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഹീൽ ചെയ്തു എന്നാണ്, അല്ലെങ്കിൽ ഹീൽ ചെയ്തു ബാലൻസ് ആക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് പാസ്റ്റിൽ നടന്നൊരു മുറിവായിരിക്കാം, അത് ഹീലാക്കി കിട്ടി എന്നാണ് കാണുന്നത്. പിന്നെ ഫോർഗീവ്നെസ് ആണ്. ഇതിൽ വീണ്ടും ബാലൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട്. ഇതിലും ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് ഒരു ബാലൻസിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കാം. ചില ആൾക്കാർ കാശിന് വേണ്ടിയിട്ട് മാത്രം കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകെ ഓടുന്നുണ്ടായിരിക്കാം. പിന്നെ വേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവരോടും പറയുന്നുണ്ട്, അപ്പോൾ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു ബാലൻസ് വേണം, എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കണം എന്ന് ആണ്. പിന്നെ എന്നാൽ മാത്രമേ ഇതിൽ ഒരു ബാലൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും, നിങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ജസ്റ്റിസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ബാലൻസ് വരുള്ളൂ. അപ്പോൾ ചില ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചില ആൾക്കാരെ തീരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടത്രയും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം കൊടുക്കണം എന്നുള്ളതല്ല, അവരവർക്ക് വേണ്ട അളവിൽ കൊടുക്കണം. ചിലപ്പോൾ നമ്മളുടെ കുഞ്ഞിന് കൊടുക്കുന്ന അതേ ഒരു പ്രാധാന്യമല്ല നമ്മളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന് കൊടുക്കുന്നത്. അപ്പോൾ അവരവർക്ക് വേണ്ട തരത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. അവർ ഡിസർവ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ എത്രത്തോളം അവരെ ആഗ്രഹിക്കുന്നുണ്ടോ ആശ്രയിക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം എന്നാണ് കാണുന്നത്. ഫോർഗീവ്നെസ് ആണ്. അപ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആൾക്കാർക്കും നിങ്ങളൊന്ന് മാപ്പ് കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ പലരും മാപ്പ് കൊടുക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരായിരിക്കാം, കാരണം പാസ്റ്റിൽ ചെയ്ത തെറ്റുകൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളത് മാപ്പ് കൊടുക്കണം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് മാപ്പ് കൊടുത്താൽ മാത്രമേ ദൈവം നിങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് വരുള്ളൂ. അപ്പോൾ
പൂർണ്ണമായും ഫോർഗീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാരണം നമ്മളെ വേദനിപ്പിച്ച സംഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന് നമ്മൾ തന്നെ വേദനിച്ചിക്കുകയും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി നമ്മൾ കൊണ്ടുവരികയും ചെയ്യും, നമ്മളത് ക്യാരി ചെയ്യുകയും ചെയ്യും. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളൊന്ന് ഫോർഗീവ് ചെയ്തെടുക്കുക എന്ന് കാണുന്നുണ്ട്. പിന്നെ ഗോസിപ്പാണ്. ഇപ്പം ചില ആൾക്കാരെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഗോസിപ്പ് പറയുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ കാണാതെ ഇരിക്കുന്ന സമയം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ വളരെ സ്നേഹത്തിൽ നിങ്ങളോട് പെരുമാറുമായിരിക്കാം, വളരെ സൗഹൃദത്തിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് മാറുമ്പോൾ നിങ്ങളെ പറ്റി ഗോസിപ്പ് പറയുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അവർ. നിങ്ങൾക്ക് വേണ്ടതൊക്കെയും കണ്ടറിഞ്ഞ് ചെയ്തു തരും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്നും പറയുക പോലും വേണ്ട. ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പോകണം എന്ന് നിങ്ങൾ പറയുന്നതിന് മുന്നേ അവർ പറയും ഞാനും കൂടി വരാം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സഹായമാണോ വേണ്ടത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാതെ അവരിങ്ങോട്ട് പറഞ്ഞ സഹായം ചെയ്യും. പക്ഷേ ആ വ്യക്തികളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അത്ര നല്ല ഒരു ഇതായിരിക്കില്ല ഉള്ളത്. നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നു. കാരണം നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുത്താൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റുള്ളൂ, എന്നാലേ നിങ്ങളെ ഗോസിപ്പ് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവർ മനഃപൂർവ്വം കാണിക്കുന്നതാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നാലും ശരിയാണ്, നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരോട് ഒരുപാട് ഇടപഴകുന്നത് ശരിയില്ല. പ്രത്യേകിച്ചും പുതിയതായി പരിചയപ്പെടുന്ന ആൾക്കാർ. നമ്മൾ കുറേ കാലം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പുതിയതായി പരിചയപ്പെടുന്ന ആൾക്കാർ നമ്മൾക്ക് എന്ത് സഹായം വേണോ ചെയ്യാമെന്ന് ഒരുപാട് നമ്മളുടെ അടുത്തേക്ക് ഒരു കൂടുതൽ സഹായ ഹസ്തവുമായിട്ട് വരും. അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. കൂടുതൽ അടുക്കുന്നവർ ഗോസിപ്പ് പറയുന്ന ആൾക്കാരും കൂടി ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നാണ്. ഇതൊരു റിമൈൻഡറാണ്. പിന്നെ സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ചിലർക്ക് അതൊരു ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം. കുറേ കാലം കൊണ്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു ജോലി കിട്ടുന്ന കാര്യമായിരിക്കാം. ചില ആൾക്കാർക്ക് അതൊരു റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ സ്റ്റാറാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അവർ സ്റ്റാർ ആയിത്തീരുന്നു ഇന്നേ ദിവസം എന്നാണ്. ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിന് കൂടുതൽ മറ്റുള്ളവർ എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മറ്റുള്ളവരുടെ കൂടെ നിങ്ങളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ കാണുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങളൊരു ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾ അഭിനയിക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു സ്റ്റാർഡം കിട്ടുന്നു. അല്ലെങ്കിൽ ഈ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ അർഹിക്കുന്നത് പോലെയുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നു. പലരും പാട്ടുകാരൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങൾ അഭിനയിക്കുന്നവരുണ്ട്, ആക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ഇവർക്കൊക്കെ നല്ല ചാൻസ് കിട്ടും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും എന്ന് കാണുന്നുണ്ട്. പിന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചില ആൾക്കാർക്ക് എന്തോ കാര്യം, കാരണം ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതിയിരുന്ന എന്തോ കാര്യം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പെയിനാണ്. ആൾറെഡി അവരുടെ കയ്യിലുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അത് തിരികെ കിട്ടുമോ എന്നാലോചിച്ച് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഹൈറഫൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ചില ആൾക്കാരെന്തെങ്കിലും ഒരു ഫങ്ഷൻ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നോ ഈ അടുത്ത സമയത്തോ നിങ്ങളവിടെ പോകും. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം അത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ചാരിയട്ടാണ്. അപ്പോൾ ചില നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു വളരെ സ്പീഡിലെന്നാണ്. ചിലപ്പോൾ നേരത്തെ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ.
നിങ്ങൾ പല പ്ലാനിങ്ങും ചെയ്തിരുന്നെങ്കിൽ അതൊന്നും നടക്കാതിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സമയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് പല കാര്യങ്ങളും ബ്ലോക്ക് ആയിപ്പോയി. അത് ചില ബിസിനസ് കാര്യമായിരിക്കാം, ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യമായിരിക്കാം. അത് ബ്ലോക്ക് ആയിരുന്നു എങ്കിൽ ഈ ബ്ലോക്ക് ആയിപ്പോയ കാര്യം വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ചിലർക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇന്ന് ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ വരുന്ന ഒരു അവസരമൊക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ പിണക്കമൊക്കെ മറന്നവർ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. മെച്യൂരിറ്റിയാണ് ശരിക്കും. നിങ്ങൾക്ക് ഒരു നല്ല പക്വത വന്ന പോലത്തെ ഒരു ഫീൽ ഇന്ന് തോന്നാം. എത്ര തന്നെ പ്രലോഭനങ്ങൾ വന്നാലും, എത്ര മറ്റുള്ളവർ നിങ്ങൾ എത്ര പുകഴ്ത്തിയാലും നിങ്ങളതിലൊന്നും വീണ് പോകുന്നില്ല എന്ന് കാണുന്നുണ്ട്. എല്ലാം വളരെ ഒരു മെച്യൂർഡ് എനർജി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്, വളരെ ഗ്രൗണ്ടഡ് എനർജി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും അല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം ഒരു സ്പിരിച്വലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. സോഴ്സാണ് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ഇന്നേ ദിവസം കിട്ടുമെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായി ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് പൈസ വരാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ബ്ലോക്കേജൊക്കെ മാറി അത് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ റിക്കവറി എന്ന് പറയുന്ന കാർഡും വന്നിട്ടുണ്ട്. അപ്പം നഷ്ടപ്പെട്ടു പോയ മുതൽ എന്താണോ അത് നിങ്ങളിലേക്ക് കിട്ടുന്നു. ചില ആൾക്കാർക്ക് അതൊരു പൈസയും ആണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ റിബലാണ്. ഇപ്പം നിങ്ങളുടെ ചിലർ നിങ്ങൾ സ്വയം ഒരു ചങ്ങലൊക്കെ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ കാലിലൊരു ചങ്ങല ഇട്ടിരിക്കുന്നു. എന്നിട്ട് എനിക്കിതൊന്നും പറ്റൂല, ഞാൻ എല്ലാത്തിനും എതിരാണ് എന്നുള്ളൊരു ഒരു തോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് മറ്റാരും നിങ്ങളിലേക്ക് തരുന്നതല്ല, നിങ്ങളിലേക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ഒരു ചങ്ങലക്ക് ഇട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ചങ്ങല ഒന്ന് പൊട്ടിച്ച് നിങ്ങൾ പുറത്തിറങ്ങാനാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ചങ്ങല ഇടേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ പറഞ്ഞല്ലോ, ബാലൻസാണ്. ജീവിതം വളരെ സ്വസ്ഥമായും സന്തോഷമായിട്ടും ഇന്നേ ദിവസം നീങ്ങുമെന്ന് തന്നെ കാണുന്നുണ്ട്. എല്ലാറ്റിലും ഒരു ബാലൻസ് വരുന്നുണ്ട്, ഒരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഇതിപ്പോൾ ഇമ്പാർഷ്യാലിറ്റി വന്നിട്ടുണ്ട്, ബാലൻസ് വന്നിട്ടുണ്ട്, ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്ന് നിങ്ങൾ കുറേ കാലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്നു എങ്കിൽ അതിനൊക്കെ ഒരു എൻഡ് ഉണ്ടായി. എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇതൊന്ന് ഒന്ന് റിക്കവർ ആക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാത്തിനും ടൈം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സമയം ആകുമ്പോൾ മാത്രമേ അത് നടക്കുള്ളൂ. പിന്നെ നമ്മൾ പ്രാർത്ഥനയും നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനത് സ്പീഡാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അനുഭവിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. കാരണം ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഈ ലൈഫ് ടൈമിൽ വേണം എന്ന് ദൈവം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ കടന്നു പോകും. ചിലർക്കത് ചീറ്റിംഗ് ആയിരിക്കാം, ചിലർക്കത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പെയിനായിരിക്കാം, ചിലർക്കത് എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്തത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇതിൽ ഒരു ഹയറഫൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്കൊരു സ്പിരിച്വലി ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്ന ഒരു സമയം ആണ്. ഇതിലും ഇതൊരു ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ചിലർക്കെങ്കിലും ആ ഒരു സുഖത്തിൽ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും ഒരു ഇൻഫ്ലുവൻസും നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ് എന്ന് കണ്ടെത്താനും മനസ്സിലാക്കാനും ഉള്ള സമയമാണ് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. ത്രോട്ട് ചക്രയാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ഈ സമയം നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പല കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സത്യാവസ്ഥയായിരിക്കാം. പാസ്റ്റിൽ അത് പറയാമെന്ന് നിങ്ങൾക്ക് പറ്റൂലായിരിക്കാം. നിങ്ങൾക്കൊരു പേടിയാണ്, ഞാൻ പറഞ്ഞാൽ അത് അവർ വിശ്വസിക്കുമോ,
വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വളരെ ടെൻഷനിലായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ത്രോട്ട് ചക്ര അത് അതിൽ ബ്ലോക്കേജസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ പോലും ചിലപ്പോൾ മറ്റുള്ളവർ അത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഇന്നേ ദിവസം നിങ്ങളുടെ സത്യം, നിങ്ങളിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും അത് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക എന്ന് കാണുന്നുണ്ട്. ഈ ഒരു തുറന്നു പറച്ചില് പല തെറ്റിദ്ധാരണകളും മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും നിന്ന് കളിച്ച ഇതും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഇടനിലക്കാരില്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് അത് ആരോടാണോ, ചിലപ്പോൾ നിങ്ങളുടെ ബോസിനോടായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കാം, നിങ്ങളുടെ ലവറിനോടായിരിക്കാം, ആരോടായാലും നിങ്ങൾക്ക് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണമെന്ന് കാണുന്നുണ്ട്. കാരണം ഇതിലൊരു ഹീലിങ്ങിൻ്റെ കാർഡുകളാണ് എല്ലാം വന്നത്, ബാലൻസിൻ്റെ. അപ്പം നിങ്ങൾ തുറന്നു പറയുമ്പോൾ പല കാര്യങ്ങളും ഹീലാകും എന്ന് കാണുന്നുണ്ട്. തെറ്റിദ്ധരിച്ചിരുന്നതാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കും ഇത് തെറ്റിദ്ധാരണയായിരുന്നു, ഇത് അവരുടെ ഭാഗത്തോട്ടൊരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കും. അപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംസാരിക്കേണ്ട ഒരു ദിവസമാണ്. അത് ആരോടായാലും. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഇന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു വൈവ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ പാസ്സാകും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇന്ന് വിചാരിക്കുന്ന കാര്യം പറയാനും ആ പറയുന്ന കാര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കാനും അവർ മനസ്സിലാക്കാനും അവരത് അക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു ദിവസമാണ്. ത്രോട്ട് ചക്ര ആക്റ്റീവ് ആണെന്ന് കാണുന്നുണ്ട്. ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അത് നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലർക്ക് ഇതൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നൊരു ദിവസമാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയോ, അങ്ങനത്തെ ഗ്രാജുവേഷൻ പോലത്തെ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ദിവസമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ സ്റ്റഡി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്നേ ദിവസം നിങ്ങൾ പോകും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ വളരെ പ്രൗഡായിരിക്കും നിങ്ങൾ, വളരെ സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നലെ മുതൽ നിങ്ങൾക്കൊരു ടെൻഷനായിരിക്കും, എങ്ങനെയായിരിക്കും ഞാൻ പെർഫോം ചെയ്യുന്നത്, ഞാൻ അവിടെ എന്താണ് സംസാരിക്കേണ്ടി വരുന്നത്. ചില ആൾക്കാർക്കെങ്കിലും ഇതൊരു അവിടെ ഒരു സ്റ്റേജിൽ സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കാം. ചില ആൾക്കാരെങ്കിലും വളരെ ഭംഗിയായിട്ട് സംസാരിക്കും. കാരണം ഇതിൽ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫ്ലോയിൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ നമുക്കൊരു സഭാകമ്പം പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റൂല. നമുക്ക് ഉള്ളിൽ എല്ലാം കാണും, നമുക്ക് ഇങ്ങനെയൊക്കെ പറയണം എന്ന് തോന്നും, ഒരുപാട് പ്രാക്ടീസും ചെയ്യും. പക്ഷേ സംഗതി അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കതൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതിലുപരി നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ടീ ലീഫിൽ കുറച്ച് കാർഡ്സ് നോക്കാം, അതിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഹിൽസാണ്, ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം. അപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ഓവർകം ചെയ്യും. ഇപ്പം മുന്നിൽ കുറച്ച് തടസ്സങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആ തടസ്സങ്ങൾ നീക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു സണ്ണുണ്ട്, ആ സണ്ണിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ സണ്ണിൻ്റെ പ്രകാശം കിട്ടാൻ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ചില തടസ്സങ്ങൾ അത് മാറ്റാൻ പറ്റും. നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എന്ന് കാണുന്നുണ്ട്. വെൽത്താണ്, അപ്പോൾ ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ധാരാളം പണം ചിലപ്പം നിങ്ങൾക്ക് ആവശ്യത്തിലുപരിയുള്ള കാശ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് പൈസ എങ്ങനെ വരും എന്ന് വിചാരിക്കേണ്ട, അതൊരു മിറക്കിൾ പോലെ ചിലപ്പോൾ സംഭവിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങളിലേക്ക് കാശ് വരും എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഫോർ ലീഫ് ക്ലോവറാണ്, ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ ആണ്. അപ്പം വളരെ ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എനർജി ശരിക്കും പോസിറ്റീവാണ്. വളരെ സൗഭാഗ്യവും സന്തോഷവും ഒക്കെ ഉള്ളൊരു ദിവസമാണ്, സമൃദ്ധിയാണ് ഇന്ന്. കാരണം ഇന്ന് നിങ്ങൾക്ക് നടക്കില്ല, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു കീ കിട്ടിയല്ലോ, നിങ്ങൾക്ക് റിക്കവറി എന്തോ കിട്ടിയിട്ടുണ്ട്. ഒരു കീ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കീ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്, നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം, ആ ഒരു കീ നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ശരിക്കും ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ ആണ്. ഒരുപാട് വളരെ വലിയ സന്തോഷങ്ങളും സൗഭാഗ്യവും നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ക്യാൻഡിലാണ് നിങ്ങളെ വഴികാട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വഴികാട്ടാൻ നിങ്ങളൊരു ക്യാൻഡിലുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ക്യാൻഡിലുണ്ടെങ്കിൽ മുന്നിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകമ്മും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളുണ്ട്. പക്ഷെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ തടസ്സം എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ക്യാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ, നമ്മുടെ കയ്യിലൊരു ദീപം ഉണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് നടക്കുമ്പോൾ അവിടെ കുന്നുണ്ടോ കുഴിയുണ്ടോ അതേ കുപ്പിച്ചിലുണ്ടോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളത് കാണിക്കുന്നുണ്ട്, അത് കാണാൻ പറ്റും. അപ്പോൾ ആൾറെഡി ഈ ഒബ്സ്റ്റക്കിൾസ് ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. കാരണം അതിനുള്ള ക്യാൻഡിൽ വെളിച്ചവും നിങ്ങളുടെ കയ്യിലുണ്ട്. കാരണം ഗൈഡ് ഉണ്ട് എന്നാണ് കാണുന്നത്. ടെൻ്റാണ് ഇത്. ടെമ്പററി സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ടെമ്പററി ആണ്. അത് കടന്നു പോകും. ഒരിക്കലും അത് വളരെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും ഒരു കാര്യം പോകില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ ടെൻസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ, അവരെന്നെ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത്, മറ്റൊരാൾ അറിയരുത് എന്ന് വിചാരിച്ച ഒരു കാര്യം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ആ രഹസ്യം അറിയാമെങ്കിൽ, കാരണം ഇത് ഗോസിപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം അത് മറ്റുള്ളവർ അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഭയമാണ് ഈ ഒരു സുഹൃത്തുക്കൾ നിങ്ങളോട് നിങ്ങൾ ഈ കാര്യം അറിയാവുന്ന ആൾ പുറത്തേക്ക് പറയുമോ എന്ന്. പക്ഷെ അത് ശരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. ഈ ഒരു സിറ്റുവേഷൻ വളരെ ടെമ്പററി ആണ്. അത് അങ്ങ് മാറിപ്പോകും. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്നത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് വേണ്ടെന്നാണ് കാണുന്നത്. ജഗ്ഗാണ്. ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് കെയർ ഫ്രീ ടൈമാണ്. ഇന്ന് വളരെ കെയർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്നും എനിക്ക് പേടിക്കാനില്ല, ഒന്നും എനിക്ക് ഭയപ്പെടാനില്ല. ടെൻഷൻലെസ് ആയിട്ടിരിക്കുന്നു ഇന്നേ ദിവസം. അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കുറേ ദിവസം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ വളരെ ടെൻഷൻ അടിച്ചിരുന്നു എങ്കിൽ, അപ്പോൾ നമുക്ക് ആ ചില വാതിലുകൾ നമുക്ക് തുറക്കുന്നു എന്ന് കാണുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇന്നേ ദിവസം ഇരിക്കാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. അവസാനത്തെ ഫ്ലവേഴ്സാണ്, ഹാപ്പിനെസ്സാണ്. പൊതുവെ ഇന്നേ ദിവസം വളരെ ഹാപ്പിനെസ്സാണ് ഇന്ന് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് യൂണിവേഴ്സ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കുക. നമ്മൾ എന്ത് സൗഭാഗ്യം വന്നാലും നമ്മൾ നന്ദി പറയാൻ മറക്കാതിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഒരാളുടെ സഹായം ചെയ്തു തന്നാൽ നന്ദി പറയുക. മനസ്സുകൊണ്ടും നന്ദി പറയുക. നമ്മൾ ഈ നന്ദി പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. നമ്മൾ പുറത്ത് വെറുതെ ഒരു താങ്ക് യു ആയിരിക്കരുത്. നന്ദി എന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ നന്ദി പറയുക. അപ്പം നമുക്ക് നന്ദി പറയാൻ പറ്റാത്ത വ്യക്തികളോട് മനസ്സുകൊണ്ട് നിങ്ങൾ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് ദൈവം കൊണ്ടുതരും, നന്മകൾ കൊണ്ടുതരും എന്നാണ്. അപ്പോൾ എന്തായാലും ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് ഇന്നേ ദിവസം വരുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഇന്നേ ദിവസം വരും എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ സ്റ്റാറാണ്. വളരെ മനസ്സിന് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നേ ദിവസം ഉണ്ടാകുമെന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സാഹചര്യവുമാണ്, ഈ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് കറക്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിടുന്ന എഫേർട്ടിന് ഒരു ഫലമുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളും ഞാനുമായിട്ട് ഒരു എനർജി ഒരു കണക്റ്റഡ് ആകണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഹാപ്പിനെസ് വളരെ ഗ്രേറ്റ് ഹാപ്പിനെസ് ആണെന്നുള്ളത്, ഈ ഹാപ്പിനെസ് തന്നെ കിട്ടട്ടെ. എല്ലാവർക്കും ഈ റീഡിങ്ങിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് അപേക്ഷിക്കുന്നു. അപ്പോൾ നന്ദി.
എല്ലാവർക്കും ഇത് കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും തന്നെ ഇരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും വറി ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ ഒരുപാട് ഓവർ ടെൻസ്ഡ് ആകരുത് എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾക്ക് ദൈവം സാധിച്ചു തരും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇത് വളരെ കെയർ കൊടുക്കാതിരിക്കുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.